ഷാഫിക്കെതിരെ ഈ പ്രൊട്ടസ്റ്റിൻ്റെ മുഖം തിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അതിന് CPM-ന് തന്നെ അത് അപകടമാണ്, CPM-നും DYFIക്കും. അതിൻ്റെ കാരണം എന്താണ് ഷാഫിയോട് ചോദിക്കുന്ന ചോദ്യം? അങ്ങനെയുണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ചോദിക്കുന്ന ചോദ്യം? എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും ഷാഫി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഷാഫി ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഒരു നിലപാടുണ്ട്, ആ നിലപാടിനെ ഞാൻ പിന്നാകുന്നതെന്നാണ്. പാർട്ടി എടുത്ത നിലപാട് അദ്ദേഹത്തെ രാഹുലിനെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും നിലപാട് ഷാഫി എടുത്തിട്ടുണ്ടോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ആ പാർട്ടിയിൽ ഉണ്ടാവുമായിരുന്നു. കാരണം അത് രാഹുലിനെതിരെ ഇതുവരെയും ഒരു പരാതിയും ആരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന FIR പോലും വേഗമായിട്ടുള്ളൊരു FIR ആണ്. അതായത് എവിടെയൊക്കെയോ കേൾക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെച്ച് പോലീസ് ഒരു FIR ആണ്. ഇനി അതിൽ പരാതിക്കാർ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം. അപ്പോൾ അങ്ങനെ ഒരു വളരെ, അതായത് നിയമപരമായി നോക്കുമ്പോൾ വളരെ ദുർബലമായ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിനൊന്നും ഷാഫി എതിരെ നിന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഷാഫിയോട് പറയുന്നത്? നിങ്ങൾ എങ്ങനെയാണ് രാഹുലിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് കൂടി പറയാൻ DYFIയും CPM-ഉം തയ്യാറാവണം. ഷാഫിക്കെതിരെ അങ്ങനെ ഒരു ആരോപണമില്ല, അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരോപണമില്ല. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം, രണ്ടാമത്തെ കാര്യം, ഇതേ സെയിം ചോദ്യങ്ങൾ തിരികെ ചോദിക്കുകയാണ്. എന്തിനാണ് പിണറായി വിജയൻ മുകേഷിനെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്താൽ ഇവർ എന്ന് മറുപടി പറയും. അപ്പോൾ അതിൽ വലിയ ഡബിൾ സ്റ്റാൻഡേർഡുണ്ട്. കാരണം മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടൊരു കേസാണ്. എന്നിട്ടും മുകേഷിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, അത് MLA സ്ഥാനം തുടരുകയാണ്. അപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ മുന്നണിയോ ഒന്നും മുകേഷിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി DYFI നേതാക്കൾ പറയുന്ന വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും മുകേഷിനെതിരായ കേസും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഇത് മുകേഷിനെതിരെയുള്ള കുറേ കൂടി ഗ്രേവ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു പരാതിയുണ്ട്, ഒരു പരാതിക്കാരിയുണ്ട്, അതിൽ അന്വേഷണം നടന്നു, FIR ഇട്ടു, കുറ്റപത്രം സമർപ്പിച്ചു. ഇനി കോടതി ഇയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട കാര്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ്, അങ്ങനെ ഒരു പരാതി ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ CPM-ഉം DYFIയും നടത്തുന്ന സമരം, ആ സമരത്തിൻ്റെ ദിശ ഷാഫിയിലേക്ക് തിരിക്കുന്നതിൻ്റെ കാരണം ഇന്നലെ ഞാൻ വിശദീകരിച്ചു. അതിൻ്റെ കാരണം ഇന്ന് UDF-ൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞത്, ജനങ്ങളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പവറുള്ള, കപ്പാസിറ്റി ഉള്ളൊരു ലീഡറാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഷാഫി. അപ്പോൾ അതുകൊണ്ടാണ്. അതുമാത്രവുമല്ല, വടകരയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയസാധ്യത, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡറെ തോൽപ്പിച്ചാണ് ഷാഫി വടകരയിൽ ജയിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവരത് ഷാഫിക്കെതിരെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ കാരണം കൊണ്ട്, ഇപ്പോൾ മുകേഷിൻ്റെ ഒറ്റ വിഷയം കൊണ്ട് തന്നെ സ്വന്തം കാലിൽ കൊള്ളുന്ന വെടിയാണ് എന്ന് DYFIയും CPM തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതെല്ലാവരും തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന ബഹളങ്ങൾ വിത്തിൻ ഡേയ്സ് അവസാനിക്കാൻ പോകുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം, അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്ന പോലെ BJPയിൽ ഒരു പരാതി വന്നിരിക്കുകയാണ്. അപ്പോൾ BJPയിൽ തന്നെ റിഫ്റ്റ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. C. കൃഷ്ണകുമാറിനെ സംരക്ഷിക്കണോ അതോ പുറത്താക്കണോ എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തന്നെ തർക്കമാണ്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ആ ചോദ്യത്തോട് പ്രതികരിച്ച മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ്. പാർട്ടി ആലോചിക്കും അതിനെപ്പറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം തന്നെയാണ് പരാതി സ്വീകരിച്ചത്, അക്നോളജ്മെൻ്റ് അയച്ചത്. ഇന്ന് ആ വാർത്താ സമ്മേളനത്തിന് ശേഷം പരാതിക്കാരി ഒരു കുറിപ്പ് മാധ്യമങ്ങളിൽ അയച്ചിരുന്നു. അപ്പോൾ ആ കുറിപ്പ് കുറേ കൂടി വ്യക്തതയാണ്. എൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ കൃഷ്ണകുമാറാണ് ഉത്തരവാദി എന്ന് വരെ അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ചിലപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയായിരിക്കും. അപ്പോൾ കുറേ കൂടി ഗുരുതരമാവുന്നൊരു കാഴ്ചയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ക്രോണോളജി നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വരാൻ കാരണം എന്താണ്? സാമൂഹിക മാധ്യമങ്ങൾ എവിടെയോ ആരോ പോസ്റ്റ് ചെയ്തൊരു കാര്യം ഇദ്ദേഹമാണെന്ന് വരുത്തി ഒരു ചർച്ച ഉണ്ടാവുകയും അത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഹൂ കെയേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഹൂ കെയേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു പരാതിയെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രോഷം, ആ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ആ പ്രൊട്ടസ്റ്റിൻ്റെ മുന്നണിയിൽ C. കൃഷ്ണകുമാർ എന്നതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ വീണ്ടും പരാതി വരുന്നത്. ഓക്കെ, ഇനി ഇതേ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ഷാഫിക്കെതിരെ തിരിയാണ്. ആ പ്രൊട്ടസ്റ്റിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വേറെ പരാതി ട്രിഗർ ചെയ്യപ്പെടും. ഈ പരാതികളില്ലാത്തതുകൊണ്ടല്ല, പരാതി കൊടുക്കാൻ ആളുകൾ മടിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പരാതി പോലീസ് നേരെ അന്വേഷിക്കില്ല. ഒന്ന്. രണ്ട്, പരാതി പറഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ്, ആ സ്ത്രീകളുടെ ലൈഫ് കൂടുതൽ ദുരിതമയമാവുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾ പറയാതിരിക്കുന്നത്. വൈകിപ്പോയെന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ സിസ്റ്റം. ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഈ ഇരകളെ ട്രിഗർ ചെയ്യുന്ന ഒന്നായി ഇത്തരം പ്രൊട്ടസ്റ്റുകൾ മാറുന്നുണ്ട്. അതാണ് ഇതിലേറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് തുടരുന്നത് തന്നെ തങ്ങളിൽപ്പെട്ട പലർക്കും തന്നെ ഗുണകരമല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പൊതുബോധമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഈ ആരോപണങ്ങൾ ഇവിടെ നിർത്തിയാൽ നല്ലത്. അതൊരു വിസ്ഡമാണ്. പിണറായി വിജയൻ പറയുന്നത് ഒരു വിസ്ഡമാണ്. അത് സ്വന്തം പാർട്ടിക്കാർക്കും മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു ഉപദേശം തന്നെയാണത്. ഈ ആരോപണം ഇവിടെ നിർത്തിയാൽ നല്ലത്. കാരണം അതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇതൊരു സൈക്കിളായി മാറുകയും
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമ്പ് ഏൽക്കും. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ കൂടുതൽ ഇരകളെ അത് ട്രിഗർ ചെയ്യുകയും കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും വലിയൊരു സ്കാൻഡലായി ഇത് മാറുകയും ചെയ്യും. അതെല്ലാ പാർട്ടിക്കാർക്കും പ്രശ്നമാണെന്ന് ഒരു പൊതുധാരണ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ DYFI ഞങ്ങളല്ലാതെ പ്രൊട്ടസ്റ്റ് അത് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത് തിരിച്ചടിയാവുന്നുണ്ട്, ബാക്ക് ഫെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം DYFI നേതാക്കൾക്കുണ്ട്, VOCFിനെ പോലുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരെ തുറന്നു പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളിൽ പരാതിയുള്ള കാര്യങ്ങളിൽ കേസന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരുണ്ടെങ്കിൽ അത് നിയമത്തെ നേരിടട്ടെ. അതിനപ്പുറം ഇതാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം, തെരഞ്ഞെടുപ്പ് വിഷയം ആക്കി മാറുന്നതെങ്കിൽ അത് എല്ലാവർക്കും ഡാമേജ് ആയിരിക്കും. മാത്രവുമല്ല അതൊരു ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയോ കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയോ ഉപയോഗിക്കാവുന്ന ഒന്നല്ല സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം എന്നുള്ളൊരു കുറ്റകൃത്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനപ്പുറം ചർച്ച ചെയ്യേണ്ട ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാകട്ടെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലാകട്ടെ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയമായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം അത് ഏത് പാർട്ടി നടത്തിയാലും അങ്ങനെയായി മാറുന്നതിലൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്, മനുഷ്യാവകാശ വിരുദ്ധതയുണ്ട്. അതിന് നിയമപരമായി നേരിടുകയും ഇരകൾക്ക് പരാതി കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത്. അതപ്പുറം പരസ്പരം ചെളിവാരി അറിയാനുള്ളൊരു വിഷയമാക്കി ഇതിനെ മാറ്റരുത്.